അല്ല, 2 ഐഫോൺ ഉണ്ട്. ഒന്ന് ബോക്സ് പീസാണ് കേട്ടോ. എനിക്കിതാണ് കുറഞ്ഞത് വേണ്ട, ഞാൻ കടയിൽ എടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ത്രൂ ആയിട്ട് വാങ്ങിക്കാം. എനിക്ക് നോക്കാനൊക്കെ കൊള്ളാമോ നോക്കണ്ടേ. ബോക്സ് അടിയിട്ടുണ്ട് ഏറ്റവും പോലെ. അപ്പം എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നത് ഐഫോൺ. എല്ലാവരും അല്ല, ഒട്ടേറെ ഒരു ഏജിലുള്ള വിദ്യാർത്ഥികളൊക്കെ എന്നെ വിളിച്ചിട്ട് ഐഫോണാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം. ഐഫോണാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ഐഫോൺ വേണം. ഒരു ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കോൾ വിളിച്ച് വെച്ചാലും മതി. പക്ഷെ വില കുറവായിരിക്കണം, അതാണ് അവരെ ഹൈലൈറ്റ് സാധനം. പക്ഷേ ഇന്ന് എൻ്റെ 2 എണ്ണമാണ്. ഒന്നല്ല, 2 ഐഫോൺ ഉണ്ട്. ഒന്ന് ബോക്സ് പീസാണ് കേട്ടോ. എനിക്കിതാണ് കുറഞ്ഞ വിലയെന്നല്ല. ഇത് ഐഫോൺ X 16 അപ്ഡേറ്റ് ഒക്കെ ഉള്ള സാധനമാണ്. ബാറ്ററി മാറുന്നുണ്ട്, ഡിസ്പ്ലേ എല്ലാം പുതിയ പക്ക സാധനമാണ് ഡിസ്പ്ലേ. ഇതെന്നിട്ട് ഗൈസ് 9,000 രൂപ പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന്. ഇത് ഞാൻ അവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് സാർ എൻ്റെ ഹൈലൈറ്റ് സാർ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം വന്നിട്ട് ഐഫോൺ 6s ആണ് കേട്ടോ. 6s ആണ്, പഴയ സാധനമാണ്. അപ്പോൾ ഇത് ഒരുപാട് പഴയതായിപ്പോൾ കേട്ടോ. എന്നാലും ബോക്സ് പീസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ മുന്നിൽ കാണിക്കണമെന്ന് തോന്നിയാൽ. ഇത് ഞാൻ എടുത്തിട്ടില്ല, ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിത് വേണ്ട, ഞാൻ കടയിൽ എടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ത്രൂ ആയിട്ട് വാങ്ങിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ഇടയിൽ നിൽക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇത് 6s ആണ് മോഡലേ. പൊന്നെ, ഇത് വന്നിട്ട് MRP തന്നെ എത്ര രൂപ? 32 സ്റ്റോറേജ് ഐഫോൺ 6s 4,500 രൂപയാണ് ഇതിൻ്റെ MRP. ഇപ്പോഴത്തെ പ്രൈസ് പറഞ്ഞത് 32 ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറേജ്. എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടില്ലേ. ഇതിൽ 4,500 രൂപ ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില ഞാൻ പിന്നെ എത്ര വാങ്ങിക്കാനാണ് ഇതിൻ്റെ അവസ്ഥ. ബോക്സ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും സാധനം ബോക്സ് കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ സാധനം കൊള്ളൂലേ? സാധനം കൊള്ളാമായിരിക്കണം, നോക്കാം. ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ നോക്കിയതേ ഇല്ല. ജസ്റ്റ് ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ നോട്ടത്തിൽ നോക്കാനൊക്കെ കൊള്ളാമോ നോക്കണ്ടേ. ബോക്സിൻ്റെ അകത്ത് നോക്കാം. ഫോണോട് ഇരിക്കട്ടെ. ബോക്സ് മാറ്റുമ്പോൾ ഈ ഒരു പ്ലേറ്റ്, ഒരു വള്ളം പോലത്തെ സാധനം, നല്ല കട്ടിയാട്ടാ സാധനത്തിന്. പൗച്ചോലിയൊക്കെ ഇരിക്കുന്നു, നല്ല കട്ടിയുള്ള ഒരു പേപ്പർ, പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാറ്റലോഗ് കാര്യങ്ങൾ, കുറച്ച് പേപ്പർ, പഴയ കാലത്ത് ഇറങ്ങിയ മുമ്പ് ഇറങ്ങിയ സാധനമാണെന്ന് പറഞ്ഞൂടാ. പിന്നെ ഒരു പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയാണ് അതിശയം കാണാൻ കിടക്കുന്നത് ഗൈസ്. ഇതാണ് അതിശയത്തിൻ്റെ മറ്റൊരു മുഖമാണ് കാണാൻ കിടക്കുന്നത്. ഏറ്റവും പോലെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഐഫോൺ 6s. അതിൻ്റെ ഒറിജിനൽ കേബിൾ എന്നാണ് പറഞ്ഞത്. അവസ്ഥ ആലോചിച്ച് ചോദിക്കുന്നു, അമ്മാതിരി ഉപയോഗിച്ചിരിക്കുകയാണ് ഈ സാധനം. അല്ലേ, ഇതൊന്നുമില്ല, അകത്തുള്ള നാഡീ നിരമ്പെല്ലാം പുറത്ത് കാണുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതാണ് സാധനം. അങ്ങനെയുണ്ട്. ചാർജർ കൊള്ളാം കേട്ടോ. കേബിള് ചെക്ക് ചെയ്യേണ്ടി വരും, പക്ഷേ സാധനം പക്ക ഒറിജിനലായതുകൊണ്ട് സാധനം ഇതാണ് ഇതിൻ്റെ കേബിൾ. ഇതേ ഞാൻ തരൂ, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും തരൂല. ആവശ്യമുള്ളവർ മാത്രം ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതി. ഇപ്പം ബോക്സ് കൊള്ളാം കേട്ടോ. ബോക്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ സാധനം ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഫോണിലേക്ക് പോകാമേ. ഫോണെന്ന് പറഞ്ഞാൽ ഐഫോൺ 6s. ബാറ്ററി മാറിയതായിരിക്കും അല്ലേ. ദിവസമായിട്ട് ബാറ്ററി മാറാതിരുന്ന ശരിയല്ല. ബാറ്ററി മാറിയ പീസാണ്. 100 ബാറ്ററി ഹെൽത്തുണ്ട്. സ്റ്റോറേജ് അറിയില്ല, 32 ഉള്ളൂ സ്റ്റോറേജ്. ഡിസ്പ്ലേ ഒറിജിനലാണേ. 15 ആകുമ്പോൾ 15 നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ 15 അപ്ഡേറ്റ് ഉണ്ട്. ഏറ്റവും പോലെ. അപ്പം 15 അപ്ഡേറ്റ് ഉള്ള 6s ആണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ട് ഇതുകൊണ്ട്. അപ്പം 12 ആണെങ്കിൽ മൊത്തം സ്റ്റോപ്പ് ആവും. അവിടെ അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് ഞാൻ എൻ്റെ അറിവ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും ഞാൻ പറയണതേ ഉള്ളൂ. 15 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 15 അപ്ഡേറ്റിൽ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൽ 15 ഉണ്ട്. 15 എത്രയുണ്ട്, 8.1 ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അഭിമാനിക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്. ബോഡി കണ്ടീഷൻ നോക്കാം. ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഐഫോൺ 6ൻ്റെ താഴെയായിട്ട് കുറച്ച് ബോഡി ഇപ്പോൾ ഈ പെയിൻ്റൊക്കെ ഇളകി ഇങ്ങനെ കളബിളാന്നൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ സൈഡ് കാര്യങ്ങൾ കുഴപ്പമില്ല കേട്ടോ. പൗച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് ക്യാമറ ക്വാളിറ്റി
കൊള്ളാം കേട്ടോ, പൊളി പൊളി ക്യാമറ ക്വാളിറ്റി, പൊളി സൂപ്പറായിരിക്കും കേട്ടോ. സെൽഫി ക്യാമറ എടുത്ത് നോക്കിയാലും പൊളി ഒരു രക്ഷ. സൂപ്പർ സാധനം ഗൈസ്, സൂപ്പർ സാധനം. മിസ് ചെയ്യണ്ട. എല്ലാം ഐഫോണിൻ്റെ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്ഡേറ്റ് നോക്കണ്ടേ, അപ്ഡേറ്റിൽ 15 അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നിങ്ങളുടെ നോക്കിയിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. ഞാൻ വിളിക്കുന്ന നമ്പർ അറിയാമല്ല, 6282918436. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോട്ടോസൊക്കെ അയച്ചു തരും. ഗൈസ് വില പറഞ്ഞാൽ 4500 രൂപ വില വരുന്നത്. പിന്നെ MRP ഇട്ടിട്ട് അതേ പ്രൈസ് ആയിട്ട് പറഞ്ഞു ഞാൻ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഇത് ഞാൻ എടുക്കത്തില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ എടുത്ത് അയച്ചു തരാം, എനിക്ക് വേണ്ട, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ iPhone X ആണ്. iPhone X ഞാൻ ഡിസ്പ്ലേ മാറിയത് 256 വന്നിട്ട് എത്ര രൂപ കൊടുത്ത് 8,000. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വാങ്ങിയിട്ടുണ്ടേ, അടി കൈ. അപ്പം ഇത് വന്നിട്ട് നഷ്ടം എനിക്ക് വേണ്ട. അപ്പോൾ ഇത് രണ്ട് ഇപ്പോൾ വന്നത് ഞാൻ നിങ്ങളെ വീഡിയോ ഇട്ട് കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിലും കിടിലും ഐഫോണുമായിട്ട് ഞാൻ വീണ്ടും വരും. ഏതെങ്കിലും വന്ന എൻ്റെ ഷോപ്പിൽ വരികയാണെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇട്ട് വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്നെ ആർക്കും ഇഷ്ടമല്ലെന്നറിയാം. ബൈ, എന്നാലും ബൈ.